നമസ്കാരം, ഞാൻ റാണി ചാറ്റർജി. ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് പുതിയൊരു കഥയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ശരീരത്തിന്റെ വിശപ്പിന് മുന്നിൽ സ്വന്തം പരിധികൾ പോലും ലംഘിക്കുന്ന തരത്തിൽ മനുഷ്യന്മാരെല്ലാം അധപ്പതിച്ചു പോകാറുണ്ട്. പല തെറ്റുകളും സംഭവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങളെ സംബന്ധിച്ചൊരു വിഷമായി മാറും. നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി പതിയെ പതിയെ ഇല്ലാതാക്കുന്ന ഒരു കൊടും വിഷം. ദീപാലിയുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. നല്ലൊരു കുടുംബത്തിലേക്കാണ് ദീപാലിയുടെ വിവാഹം നടന്നത്. പക്ഷെ അവളുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് അയാൾക്ക് 6 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വീട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ദീപാലിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത്. അക്ഷയ്, മോനെ അക്ഷയ്, എത്ര മണിയായിന്നറിയാമോ? എണീറ്റേ. ഹോസ്റ്റലിൽ നീ ഇങ്ങനെ 10-11 മണി വരെ കിടന്നുറങ്ങോ? ഇപ്പൊ നീ വീട്ടിലെത്തി. ഇത് നിന്റെ ഹോസ്റ്റൽ അല്ല. നേരത്തെ എണീക്കാൻ ശീലിക്കേ. പിന്നെ നീ വേഗം കുളിച്ച് റെഡിയായിക്കേ. എനിക്കൊന്ന് മാർക്കറ്റിൽ പോണം. അമ്മ അങ്ങ് ഒറ്റയ്ക്ക് പോയാ മതി. ഹെടാ, 2 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ പോയത്. നിന്റെ ചേട്ടനുള്ളപ്പോ അവൻ എന്നെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കില്ല. ഇപ്പോഴും അതെ. അവൻ ദുബായിന്ന് വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ എന്നെ കൊണ്ടുപോകും. എന്റെ പൊന്നമ്മ, രാവിലെ തന്നെ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യല്ലേ. ചായങ്ങന്നേ അമ്മ വെയിറ്റ് ചെയ്യ്, ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നോളാം. ദീപാലി, ഈ ചായ ആർക്കെടുത്തതാ? അമ്മയും ഞാനിത് അക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അവന് ഞാൻ ചായ കൊടുത്തല്ലോ. കുഴപ്പമില്ല മോളെ, ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് പോയി ഫുഡ് റെഡിയാക്ക്. ഞങ്ങൾ 2 മാർക്കറ്റിൽ പോകാൻ പോവാ. ശരി അമ്മേ. ദീപാലി മോളെ, ഇന്ന് മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരുടെയും കണ്ണു തട്ടാതിരുന്നാ മതിയായിരുന്നു. താങ്ക് യു അമ്മേ. മോനെ, നീ കുളിച്ച് റെഡിയായി വേഗം താഴേക്ക് വാട്ടോ. അമ്മയൊന്ന് പോയാലല്ലേ എനിക്ക് റെഡിയാൻ പറ്റത്തുള്ളൂ. ശരി, ഞങ്ങൾ പോവാണ്. നീ പെട്ടെന്ന് വാ. ശരി. അക്ഷയ്, മോനെ ഒന്ന് വേഗം ആവട്ടടാ. അതെ വരുന്നോ. അക്ഷയ്, എന്താ ഇത്ര സമയം എടുക്കുന്നേ? ഏട്ടത്തി എന്നെ വിട്, അമ്മ വിളിക്കുന്നില്ലേ. അങ്ങനെ വിടാൻ പറ്റുമോ? നിന്നെ കാണാൻ എന്ത് സുന്ദരനാ. വിട്ടുകളയാൻ തോന്നണ്ടേ എനിക്ക്. ഏട്ടത്തി, അമ്മ കയറി വരും. പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്ക്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. മോനെ, ലേറ്റ് ആവുന്നടാ. അമ്മേ, ദേ വരുന്നോ. പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്ക്. അമ്മ വിളിക്കുന്ന കേട്ടില്ലേ, ഞാനൊന്ന് പൊക്കോട്ടെ. അങ്ങനെ വിടാൻ പറ്റുമോ? ഏട്ടത്തി എന്തായി ചെയ്യുന്നത്? നിങ്ങളെന്റെ ഏട്ടത്തിയല്ലേ? ഇതൊക്കെ വളരെ തെറ്റാണ്. അതെന്താ ശരിയല്ലാത്ത? അനിയന് ശരിക്കും നോക്കേണ്ടത് ഒരു നല്ല ഏട്ടത്തിയുടെ കടമ. ഒരു തെറ്റില്ലേ? ശരി, ആദ്യം നീ എനിക്കൊരു പ്രോമിസ് ചെയ്യ്. ഞാൻ പറയുന്ന കാര്യം നീ ചെയ്തോളാന്ന്. നീ എന്റെ അടുത്തേക്ക് വാ. ശരി, ഏട്ടത്തി പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം. പക്ഷെ ഇപ്പൊ ഒന്ന് വിട്ടേക്ക്. പറ്റുമെങ്കിൽ നീ പോയിക്കോ. എന്നെ ഒന്ന് വീട് ചേട്ടത്തി, ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ. ഏട്ടത്തി പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം. പ്ലീസ് എടുത്തില്ല, പ്ലീസ്, ഞാൻ പറയുന്നേക്ക്. അങ്ങനെ നിന്നെ അങ്ങ് വിടാൻ പറ്റുമോ? എപ്പോഴാണാവോ നമ്മൾ ഒന്നിക്കുന്ന ആ ഒരു നല്ല രാത്രി വരാൻ പോകുന്നത്? എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ദീപാലിക്ക് അക്ഷയോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. എങ്ങനെയാണെങ്കിലും അവൾക്ക് അവനെ സ്വന്തമാക്കണമായിരുന്നു. അവളുടെ ആ ആഗ്രഹപ്രാപ്തിക്ക് വേണ്ടി അക്ഷയേക്കാൾ എളുപ്പത്തിൽ കിട്ടുന്ന ഇര മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അക്ഷയെ സ്വന്തമാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൾ അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി.
എന്താ ഞാനൊന്ന് ജോലി തൊട്ടെ. നീ നിന്റെ ജോലി ചെയ്തോ, ഞാൻ എന്റെ ജോലിയും ചെയ്തോളാം. അമ്മയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുത്തോണ്ട് വരട്ടെ? ശരി അമ്മ. എന്താ അമ്മ? ഓ, ആ ശരി അമ്മ. ഇതൊരു നല്ല കാര്യമല്ലേ? എത്ര നാളിന് ശേഷം അങ്കിത നമ്മുടെ വീട്ടിലേക്ക് വരുന്നേ? കുറേ നാളിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുപാട് സംസാരിക്കാൻ പറ്റും. നല്ല രസമായിരിക്കും. ശരി അമ്മേ. ആമേ ചെയ്തോളാം. ആയിക്കോട്ടെ അമ്മേ. അക്ഷയ്, അക്ഷയ്. എന്താ അടുത്തി? അക്ഷയ്, അത് എനിക്ക് ഈ ഹുക്ക് ഇടാൻ പറ്റുന്നില്ല. ഒന്നിട്ട് തരാമോ? ഏട്ടത്തി എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ? ഇതൊക്കെ മോശമാ. ഒന്നിട്ട് താടാ. ഇല്ല ഏട്ടത്തി, എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല. എന്താ നിനക്കത് അറിയാത്തെ? നീ ഇട്ട് തന്നാ മതി. പിന്നെ ഒരു കാര്യം കൂടി, നീ എന്നോട് പ്രോമിസ് ചെയ്തതാ ഞാൻ പറയുന്നതൊക്കെ ചെയ്തോളാന്ന്. പക്ഷെ ഇതൊന്നും ശരിയല്ല ഏട്ടത്തി, പ്ലീസ്. എന്ത് ശരിയല്ലെന്ന്? ശരിക്കങ്ങ് ഇട്ട് തന്നാ മതി. ഏട്ടത്തി ഈ മുടിയൊന്നും മാറ്റാവോ? അക്ഷയ് അങ്ങ് റൊമാൻറ്റിക് ആവാണല്ലോ. ഏട്ടത്തി ഇത് എങ്ങനെയാ പിടിച്ചിട്ടെ? സ്ലിപ്പായി പോകുക. ഏട്ടത്തി ഇതിടാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഒരു ഹുക്ക് ഇടാൻ പോലും അറിയില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ അക്ഷയ് സ്നേഹിക്കുന്നേ? ഞാൻ ഏട്ടത്തിയുടെ ഭർത്താവൊന്നുമല്ല. നീ എന്റെ ഭർത്താവല്ല എന്നുള്ളതാ ഇപ്പൊ എന്റെ വിഷമം. ചേട്ടത്തി എന്തൊക്കെയായി കാണിക്കുന്നത്? പ്ലീസ് എന്നൊന്ന് വിട്ടേക്ക്. ഞാൻ പറയുന്നേക്ക്, ഇതൊക്കെ തെറ്റാണ്. ഞാൻ പറയുന്നേക്ക്, എന്നൊന്ന് വിട്ടേക്ക്. അക്ഷയ്, ഏട്ടത്തി ഞാൻ പറയുന്നേക്ക്, പ്ലീസ്. ഞാൻ ഒന്ന് പൊക്കോട്ടെ, വിട്ടേക്ക്. എത്ര നാളിങ്ങനെ ഓടിപ്പോവും? ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്തേക്ക് തന്നെ വരും. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. താനേതാ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ നീ എന്റെ നല്ലൊരു ഫ്രണ്ട് ആവുന്നേ? ഫ്രണ്ടോ? ആ, കുട്ടിക്കാലത്തെ ഫ്രണ്ട്. നമ്മള് രണ്ടുപേരും. എനിക്ക് മനസ്സിലായില്ല. എടാ പൊട്ടാ, ഇത് ഞാൻ അങ്കിത, നിന്റെ വിമല ആന്റി ഇല്ലേ, അവരുടെ മോള്, നിന്റെ ചെറുപ്പത്തിലെ ഫ്രണ്ട്. ആ, നീ അങ്കിതയായിരുന്നല്ലേ? ആ. സോറി, എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവാനാ? നമ്മള് കുഞ്ഞുനാളിൽ കണ്ടതല്ലേ, പിന്നെ ഇത്രയും നാള് കഴിഞ്ഞിട്ടല്ലേ കാണുന്നേ. നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടുപേരും എന്തോരം കളിക്കുമായിരുന്നു? അന്നൊക്കെ എന്ത് രസമായിരുന്നല്ലേ. അല്ല, നീ എപ്പോഴാ വന്ന? ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ പോവല്ലേ നീ? ആ, നിനക്കറിയോ, ഞാൻ എന്റെ എക്സാം തീരും വരെ ഇവിടെ നിൽക്കാൻ പോവാ. പഠിക്കാനായിട്ട് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ
ഉറപ്പായിട്ട് നിന്റെ കാര്യം ഞാൻ ആന്റിയോട് പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നോ, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തന്നോളാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗുഡ് ബോയ്. ആ പിന്നെ ഇവിടെ നിന്റെ റൂം എവിടെയാ? ആ നീ വാ, എന്റെ റൂം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ശരി, വാ പോവാം. സ്വന്തം ആസക്തിയിൽ ദീപാലി മതി മറന്നുപോയി. ഭർത്താവിന്റെ അനിയനാണെന്ന കാര്യം പോലും അവൾ മറന്നിരുന്നു. അതിർവരമ്പുകളെല്ലാം അവൾ ലംഘിക്കാൻ തയ്യാറായിരുന്നു. ഈ കഥയിലുണ്ടായ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അക്ഷയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വന്നതായിരുന്നു. അത് ദീപാലിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യമായിരുന്നു. ആ അങ്കിത, എന്താ നിൽക്കട്ടെ, വന്നിരിക്കേ. അക്ഷയ്, അത് പിന്നെ എനിക്ക് ബയോളജിയുടെ എക്സാം ഉണ്ട്. സത്യം പറഞ്ഞ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അതിനെന്താ, നോക്കട്ടെ. ഇതിലേത് ചാപ്റ്റർ? ആ സിട്രിക് ആസിഡ് സൈക്കിളാണോ? ഇതെനിക്കറിയാം. ഒന്ന് പറഞ്ഞു തരാമോ? ഇതാണ് മെയിൻ പോയിന്റ്. ഇതിന്റെ കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. നീ എന്തായി കാണിക്കുന്നേ? ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്. അങ്കിത, നീ എന്തായി കാണിക്കുന്നേ? ഇവിടെ നോക്കി പഠിച്ച നീ എന്തായി കാണിക്കുന്നേ? മര്യാദക്കിരുന്നേ. അങ്കിത, എന്തായി ചെയ്യുന്നേ? അക്ഷയ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കൊരു കാര്യം അറിയോ? കുഞ്ഞുനാൾ മുതൽ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടം നിന്നെ അറിയിക്കാനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയേ. നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? അതെ അക്ഷയ്, സത്യമായിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കൊരു കാര്യം അറിയാവോ? നിന്നെ ഞാനന്നോട് ആദ്യമായിട്ട് കണ്ടില്ലായിരുന്നോ? എനിക്ക് അപ്പോഴും നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ പറയാൻ പറ്റിയിട്ടില്ല. അതെന്താ അക്ഷയ്? അതെന്താന്നറിയില്ല. പോട്ടെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്കിത, അക്ഷയ്, I love you so much. I love you too, അക്ഷയ്. വെളുപ്പാങ്കാലത്ത് ഇവൾ അക്ഷയുടെ റൂമിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം.
ചേച്ചി ഞാൻ ഇറങ്ങുകയാണേ, എന്റെ എക്സാമിന്റെ സമയമായി. ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇതിപ്പോ എന്തായാലും കണ്ടുപിടിക്കാതെ പറ്റില്ലല്ലോ. ഏട്ടത്തി എന്താ ചെയ്യുന്നേ? ഏട്ടത്തി എന്താ ഇത്? ഇന്ന് ഞാൻ നിന്നെ വിടില്ല അക്ഷയ്. നിന്നെ ഇന്നെന്തായാലും ഞാൻ എൻ്റെ ആക്കിയിരിക്കും. ഏട്ടത്തി ഇത് തെറ്റാണ്. ശരിയും തെറ്റുമൊക്കെ ഞാൻ മാത്രം എന്തിനാ അക്ഷയ് ചിന്തിക്കുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ചേട്ടൻ പോയിട്ട് എത്ര നാളായി? എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ തീ പിടിച്ച പോലെയാ. അക്ഷയ് പ്ലീസ്, എന്നീ തീ നീ കെടുത്തണം അക്ഷയ്. ഏട്ടത്തി ഇത് ശരിയല്ല. നിങ്ങളെന്റെ ഏട്ടത്തിയാ. അതിനിപ്പോ എന്താ? ഏട്ടത്തി ഇത് എനിക്ക് ജോലി ഉണ്ടെങ്കിതാ. എന്തായി കാണിക്കുന്നേ? വാതിൽ തുറന്നു നടക്കും. ആരെങ്കിലും കാണും. കാണുന്നെങ്കിൽ കാണട്ടെ എന്നേ. നിനക്കറിയാലോ, ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാനുള്ളവളാ. അപ്പൊ ഇതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നേ. ഇക്കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞ എന്താ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഏട്ടത്തി വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വേറെ ഒരുപാട് ആൾക്കാരില്ലേ, അവരോടൊക്കെ എന്താ പറയാൻ പോകുന്നേ? നിങ്ങൾ രണ്ടുപേരും സ്വയം ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകത്തേ ഉള്ളൂ. ആ ഏട്ടത്തി ശ്രദ്ധിച്ചോളാം. അതെ ചേച്ചി, ചേച്ചി പറഞ്ഞ ശരിയാ. ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചോളാം. നീ എൻ്റെ കൂടെ കിച്ചണിലേക്ക് വാ. ശരി. ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് നീ എന്ത് ചെയ്യാ അക്ഷയ്? എഴുന്നേക്ക്, നമുക്ക് റൂമിലേക്ക് പോവാം. ഏട്ടത്തി എന്തായി കാണിക്കുന്നത്? ഒരുപാട് ജോലിയുണ്ട് എനിക്ക്. അന്ന് സംഭവിച്ചതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ശരി. അപ്പൊ അത് തെറ്റായിരുന്നെങ്കിൽ നീയും അങ്കിതയും കൂടി ഇപ്പൊ ചെയ്യുന്നതോ? അതെന്താ? അതെ, എനിക്ക് എല്ലാം അറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെ ഒപ്പിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടത്തി എനിക്ക് അങ്കിതയെ ഒരുപാട് ഇഷ്ടമാണ്. അവക്കും എന്നെ ഇഷ്ടമാണ് ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തമ്മിൽ നടന്നത് ഒരു തെറ്റായിരുന്നു. എനിക്കത് ആവർത്തിക്കണമെന്നില്ല. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം, അത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഏട്ടത്തിയല്ലേ? എന്തൊരു നാണക്കേടാ ഇത്. ഏട്ടത്തി ഏട്ടത്തി വേണ്ട. ഏട്ടത്തി ഏട്ടത്തി എന്താ ഇത്? ഇല്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നുമല്ല. നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള്. അത് ശരി. ഇവിടെ നടക്കുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടതല്ലേ. നീ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോകുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
അതും സ്വന്തം ഏട്ടത്തിയോടൊപ്പം. ഛീ! നിന്നെ പോലെ ഒരുത്തനെ ഇഷ്ടപ്പെട്ടത് എനിക്ക് പറ്റിയൊരു വലിയ തെറ്റാ. ഇനി നമ്മൾ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. നീ ഇപ്പൊ കണ്ടതുപോലെ അല്ല കാര്യങ്ങള്. ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞു തരാം. പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കുക. എനിക്ക് നിന്നെ ഇഷ്ടം അങ്കിത. എന്റെ കൈവിട, എനിക്കൊന്നും കേൾക്കണ്ട. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ഇനി മേലാൽ എന്നെ ഫോണിൽ പോലും വിളിക്കരുത്. മനസ്സിലായോ നിനക്ക്? നിങ്ങൾ കണ്ടില്ലേ, ദീപാലി തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. സ്വന്തം ഭർത്താവിന്റെ അനിയനോട് അവൾ ലൈംഗികമായി ബന്ധപ്പെട്ടു. അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? അക്ഷയ്ക്ക് അവിടെ നിവർത്തിയില്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടി വന്നു. അവൻ ദീപാലിയുടെ കൊലപാതകം നടത്തി. തുടക്കം മുതൽ തന്നെ ദീപാലി അവളെ സ്വയം നിയന്ത്രിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊരു വിധി ഒരിക്കലും വരില്ലായിരുന്നു. പക്ഷെ അവൾ സ്വന്തം വികാരങ്ങൾക്ക് മുമ്പിൽ വെറും ഒരു കളിപ്പാവയായി മാറി. അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലാണ് ഈ കാര്യങ്ങൾ ചെന്ന് അവസാനിച്ചത്. മോളെ ദീപാലി, കണ്ണ് തുറക്കും മോളെ. അക്ഷയ്, അക്ഷയ്, അക്ഷയ് മോനെ, നിന്റെ അടുത്തമ്മയ്ക്ക് എന്ത് പറ്റി നോക്കടാ. അങ്കിത, നീയല്ലേ ഇത് ചെയ്തത്? ഇവള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എന്തിനാ നീ ദീപാലിയെ കൊന്നത്? എന്നോട് ഇവളെ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയും അക്ഷയും തമ്മിലുള്ള ബന്ധം ഇവള് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നീ അവളെ കൊന്നു കളഞ്ഞത്? അല്ലേ? എന്തിനാ നീ അവളെ കൊന്നു കളഞ്ഞത്? അമ്മ, അങ്കിത ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ അവളെ കുറ്റം പറയാൻ നിൽക്കണ്ട. കൊന്നത് അവളല്ല. നീ അവളെ രക്ഷിക്കാൻ നോക്കുവാണോ? അവളല്ല കൊന്നതെങ്കിൽ പിന്നെ ആരാ? കൊന്നത് ഞാനാണമ്മേ. എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്റെ റൂമിൽ കയറി വന്ന് എന്റെ വേണ്ടതിടത്തൊക്കെ തൊടുവായിരുന്നു. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഞാനും അങ്കിതയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇവർ മനസ്സിലാക്കിയപ്പോ അതിവർക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇവര് പറയുവാ എന്നെ കല്യാണം കഴിക്കണമെന്ന്. ചേട്ടനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കണോ അത്രേ. എനിക്കൊന്നും മനസ്സിലായില്ലമ്മേ, എന്നോട് ക്ഷമിക്കണം. ഇവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വേണ്ടാതൊക്കെ ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് കൊല്ലേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കക്ഷേ, ഞാൻ നിന്നെ സംശയിച്ചില്ലേ? ചേച്ചിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലായില്ലായിരുന്നു. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കക്ഷേ. അങ്കിത, എനിക്ക് നിന്നെ മാത്രം ഇഷ്ടം. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കണം. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം, അല്ലാതെ നമ്മൾ നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കരുത്. അതിരുവിട്ട വികാരങ്ങൾ നമുക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കണ്ടതുപോലുള്ള പല അപകടങ്ങളും സംഭവിച്ചേക്കാം. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ പ്രധാനമായി നമ്മൾ നമ്മുടെ ഇമോഷൻസിനെയും നീഡ്സിനെയും കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. അടുത്തൊരു കഥയുമായി കാണുന്നത് വരെ ജാഗരൂകരായിരിക്കുക, സേഫ് ആയിരിക്കുക. ജയ് ഹിന്ദ്.